ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് വീട്ടിലൊക്കെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിലും പോകാനുണ്ട്. അപ്പം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഹസ്ബൻഡ് ഒരു 1 വീക്കായിട്ട് ജിദ്ദയിലായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നത് ആൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൊണ്ടാണ് കേട്ടോ. ഭയങ്കര ബോഡി പെയിന്, അതുപോലെ ഫീവർ. ഇപ്പോൾ ഒന്നാമത് നല്ല ക്ലൈമറ്റാണ് ഇവിടെ, നല്ല കുറച്ച് വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിനും ബോഡി പെയിനും ഒക്കെ ഉണ്ട്. ദോമൊക്കെ ഭയങ്കര കഫാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3:30 ഒക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ പോയി ടോക്കൺ എടുത്തു. അപ്പം ദോമോളെ ഡോക്ടർ വരിക 6 മണിക്ക് ശേഷമാണ് കേട്ടോ. എന്നെയും ഹസ്ബൻഡിനും ഇപ്പം കാണിക്കുക. ഒരു 4 മണിയാകുമ്പോൾ ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് പോയി ടോക്കൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദോമക്കും ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറെ പോയി കാണിച്ചു. നമുക്ക് കുറച്ച് മെഡിസിൻസൊക്കെ തന്നു. ഹസ്ബൻഡിന് കുറച്ച് ബ്ലഡ് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ബ്ലഡൊക്കെ കൊടുത്തിട്ടാണ് വന്നിരുന്നത്. റിപ്പോർട്ട് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നെസ്റ്റോയിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങൾക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കാനുണ്ട് കേട്ടോ. കാരണം ഒന്നുമില്ല, വീട്ടിലെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു 4:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇവിടെ നന്നായിട്ട് ഇരുട്ടാവുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുമാണ് പുറത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലെത്തി. ഞാൻ എല്ലാ സാധനങ്ങളും ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും 2-3 സാധനം ഞാൻ വീട്ടിലെത്തുമ്പോൾ മറക്കും കേട്ടോ. പിന്നെ അത് വാങ്ങിക്കാനായിട്ട് വേറൊരു ദിവസം പോകണം. അപ്പം ഞാൻ എല്ലാം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. കാരണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതിനെക്കാട്ടി നല്ലത് ഒറ്റയടിക്കെല്ലാം വാങ്ങിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാലും കേടൊന്നും വരത്തില്ല കേട്ടോ. നമുക്ക് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിള്, പിന്നെ ദോമോളും ഹസ്ബൻഡും ഫേവറേറ്റ് ആട്ടോ ഓറഞ്ച് മുസമ്പി, ഇതാണ് അവരുടെ ഫേവറേറ്റ് ഫ്രൂട്ട്. അപ്പോൾ അത് കുറച്ച് എടുത്തു. പിന്നെ ഇത് ഫസ്റ്റ് ടൈം കാണുകയാണ് ഒരു വൈറ്റ് പിയർ കേട്ടോ. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊരു 2-3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇത് കാണുമ്പോൾ സവർജലൊക്കെ പോലെ തോന്നി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിലാരും ഈ നേന്ത്രപ്പഴം കഴിക്കില്ല കേട്ടോ. ദോമോള് പ്രത്യേകിച്ച് അതൊന്നും കഴിക്കില്ല. അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ. അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് വാട്ടർ മെലോണാണ് കേട്ടോ. അപ്പം ഞാൻ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ, കോണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നൊരു സാധനം കേട്ടോ കോണ്. ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഉപ്പും മുളകും ചെറുനാരങ്ങൻ്റെ നീരൊക്കെ ഇതാക്കി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യമുള്ള മുട്ട, പാല്, ഓയിൽ, ചീസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യം നമ്മുടെ പരിപ്പ്, പച്ചരി, അരിപ്പൊടി ഇതെല്ലാം ആയിരുന്നു. അതൊന്നും ഇവിടെ നിന്നല്ല കേട്ടോ ഇപ്പോൾ എടുക്കാറുള്ളത്. ഇവിടെ ഒരു മലയാളികളുടെ ഒരു മില്ലുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കേട്ടോ വാങ്ങിക്കാറ്. അവരെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പം അവരെല്ലാം എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ പോയി അത് കളക്ട് ചെയ്താൽ മതി. എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അരിപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അരിപ്പൊടി തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പൾസസൊക്കെ നമ്മൾ ലുലുന്നും നെസ്റ്റോന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി ചീപ്പായിട്ട് കിട്ടും ഇങ്ങനത്തെ മില്ലിൽ നിന്ന്. അപ്പോൾ പിന്നെ ഒന്നായിട്ട് അവർക്കണ്ട് ഓർഡർ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നെസ്റ്റോന്ന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പച്ച കളറിലെ നുറുക്ക് കൊടുത്തു. ദോമോട് ഒരു ലേസ് കൊടുത്തിട്ടോ. ആ നുറുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ഫിഷ് മാർക്കറ്റിലോട്ടാണ് കേട്ടോ കുറച്ച് ഫിഷൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ പ്രോൺസ്, പിന്നെ നമ്മുടെ നെയ്മീനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ ദോമോളും വണ്ടിയിൽ പോയിരുന്നാൽ നുറുക്കൊക്കെ ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഫിഷ് അവരെന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് തരുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. കാരണം അത് കഴുകി വൃത്തിയൊക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മൾ നേരെ നെസ്റ്റോന്ന് പോയിട്ട് കിട്ടാത്ത സാധനങ്ങളൊക്കെ പോയി ലുലുവിൽ പോയി വാങ്ങിച്ചു കേട്ടോ. കാരണം അവിടെ നിന്നാണ് ലുലുന്നാണ് ഞാൻ ചിക്കനൊക്കെ എടുത്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം വേണം ദോമോളെ പോയി ഡോക്ടറെ കാണിക്കാൻ കേട്ടോ. അവളെ ഡോക്ടറിനൊക്കെ ചിലപ്പോൾ വിളിച്ച് പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടുന്ന് ലുലുവിനും കൂടി ഇറങ്ങുമ്പോൾ 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ ഒരു 9 മണി വരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ അവിടുന്ന് വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ പോയത് ദോമോളെ കാണിക്കാനാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ കുട്ടി ഷോപ്പിംഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. മോർ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.